ഒരു ക്യാമ്പസിൻ്റെ അകത്ത് കയറാൻ പോലും ധൈര്യമില്ലാത്ത ആൾക്കാരാണല്ലോ നമ്മുടെ പോലീസ്. ഒരു ക്യാമ്പസിൻ്റെ അകത്തൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പ്രത്യേകമായ അനുമതിയൊക്കെ മേടിച്ച് മാത്രമാണ് പോലീസിൽ ആർക്കെങ്കിലുമൊക്കെ അകത്ത് കയറാൻ പറ്റുന്നൊരു സാഹചര്യം നമ്മുടെ കേരളത്തിലുള്ളത്. പക്ഷേ ഹിന്ദുവിൻ്റേതായ ഒരു ആരാധനാലയത്തിൽ അവർക്ക് ഏത് നിമിഷവും കയറി അതെന്തും ചെയ്യാമെന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് കേരളത്തിൻ്റെ സാഹചര്യം മാറി എന്ന് പറയുന്നത് ദുഃഖകരമായൊരു സാഹചര്യമാണ്. പോട്ടെ, ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ കയറുന്നത് പോലെയും അല്ലല്ലോ. തൃശ്ശൂർ പൂരം പോലെ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന, ലോകത്തിൻ്റെ മുഴുവൻ അഭിമാനമായിട്ടല്ല, കേരളത്തിൻ്റെ ഒരു അഭിമാനമായിട്ട് ലോകത്തിൻ്റെ മുഴുവൻ മുന്നിൽ നിൽക്കുന്ന ഒരു വിഷയത്തോട് അവർ സ്വീകരിക്കേണ്ടുന്ന സാഹചര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ വരുന്നതിൽ ഒരു പ്രധാന പങ്ക് വരുന്നത് 2-3 ഉത്സവങ്ങൾ കൂടി കേന്ദ്രീകരിച്ചിട്ടാണ്. ഒന്ന് ഈ പറയുന്നത് ശബരിമല സീസണോടനുബന്ധിച്ചിട്ടാണ് ഇത്രയേറെ ഒരു തീർത്ഥാടക പ്രവാഹം കേരളത്തിലേക്ക് ഉണ്ടാകുന്നത്. എന്തുമാത്രം റവന്യൂ ആണ് ആ സമയം. നമ്മൾ ക്ഷേത്രത്തിൽ ഇടുന്ന ഒരു കാണിക്കുക എന്ന് പറയുന്നത് മാത്രമല്ലല്ലോ എൻ്റെ റവന്യൂ, അല്ലെങ്കിൽ അവിടെ നിന്ന് അരവണ വാങ്ങുന്ന മാത്രമല്ലല്ലോ റവന്യൂ എന്ന് പറയുന്നത്. ഒരു വഴിനീളയുള്ള കടകൾ ഇതിൻ്റെ അകത്ത് കയറുന്നു, ഭക്ഷണം വാങ്ങിക്കുന്നു, വെള്ളം വാങ്ങിക്കുന്നു, നമ്മുടെ കേരളത്തിലെ പെട്രോൾ പമ്പുകളിൽ നിന്ന് പെട്രോൾ അടിക്കുന്നു, ഡീസൽ അടിക്കുന്നു. എന്തുമാത്രം റവന്യൂ ആണ് കേരളത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നത്. അതുപോലെ തന്നെയാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. ഇതിനെ എത്ര ഭംഗിയായിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ നമുക്ക് അവതരിപ്പിക്കാം, എത്ര ഭംഗിയായിട്ട് നമുക്കിതിനെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാവുന്നതാണ്. എത്ര ദിവസം മുമ്പ് തന്നെ ഇതിൻ്റേതായ പല തരത്തിലുള്ള എക്സിബിഷൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നടത്തി ലോകത്തുള്ള ടൂറിസ്റ്റുകളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുവാനും അതിൻ്റേതായ മാർക്കറ്റിംഗ് പൊട്ടൻഷ്യൽ മുതലെടുക്കുവാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ. കുത്തനെ ഫീസ് കൂട്ടി അത് അവസാനം പോയി. അതെ, അതാണ് പറയുന്നത്. ഇവരിതിനെ നശിപ്പിക്കുവാനോ അല്ലെങ്കിൽ ഇതിനെ ഇപ്പോൾ ഈ പറയുന്ന പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലുക എന്ന് പറയുന്ന തരത്തിലുള്ള നടപടികളിലേക്കോ പോകുന്നതല്ലാതെ അവരതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ വളർത്തുവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ദിവസം മുമ്പ് നശിച്ച് കിട്ടിയാൽ അത്രയും നല്ലത് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇത് പോലീസിന് ഇപ്പോൾ തൃശ്ശൂർ പൂരം പോലെ ഇത്രയും വലിയൊരു സംഭവത്തിനെ വെടിക്കെട്ട് പൂരം, ഇപ്പോൾ തിരുവമ്പാടിയുടെ വെടിക്കെട്ട് പൂരം പോയി പൂട്ടിയിട്ടിട്ട് വരുന്ന തലത്തിലേക്ക് വരെ ഇത്രയും ധാർഷ്ട്യം കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യമൊന്നും കേരള പോലീസിന് സ്വന്തമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് തീർച്ചയായിട്ടും മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ ചെയ്തതാണ്. എന്താണ് ഇവരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ശ്രീരാമൻ്റെ ചിത്രം അവിടെ കുടമാറ്റത്തിനിടയിൽ കണ്ടതാണോ ഇവരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതിന് നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഹാൻഡിലുകൾ, ചില സുഡാപ്പി ഹാൻഡിലുകൾ വളരെ കാര്യമായിട്ട് ഇത് ഇവിടെ രാംലല്ല കാണിച്ചിരിക്കുന്നു. പിന്നെ ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിൽ ശ്രീരാമൻ്റെ പടം അല്ലാണ്ട് പിന്നെ വേറെ ആരുടെ പടം കൊണ്ട് കാണിക്കാൻ കഴിയുക? ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിൽ എന്താണ് കാണിക്കേണ്ടതെന്നുള്ള കാര്യം ഹിന്ദുക്കളല്ലേ തീരുമാനിക്കേണ്ടത്. ഞങ്ങളുടെ ക്ഷേത്രങ്ങളിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. അല്ലാണ്ട് വഴിയെ പോകുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കോ ക്ഷേത്രങ്ങളിൽ വിശ്വാസമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർക്കോ അല്ലാണ്ട് ക്ഷേത്രങ്ങൾ വിഗ്രഹാരാധന എതിർത്ത് നിൽക്കുന്ന ആൾക്കാർക്കോ ഇവിടെ ആരും കൊട്ടേഷനൊന്നും കൊടുത്തിട്ടില്ലല്ലോ ഞങ്ങളിവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങളാരെങ്കിലും തീരുമാനിച്ചാലും ഞങ്ങൾ അങ്ങനെ ഒന്നും തന്നെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങൾക്ക് താല്പര്യമുള്ളതുപോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിൻ്റെ ചൊറിച്ചിലാണ് കേരള പോലീസിനെ ഉപയോഗിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ചെയ്തത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫലം നിങ്ങൾക്ക് താമസിയാതെ അതിൻ്റെ വഴിക്ക് വന്നോളൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ എന്തായിരുന്നാലും ശരി തന്നെയാണ്, ഞാനിതൊരിക്കലും ഇത് കേരള പോലീസിൻ്റെ മാത്രം ഇംഗിതത്തോടു കൂടി നടന്ന ഒന്നാണ് അല്ലെങ്കിൽ അവർ കയറിയും കഴിഞ്ഞാടിയതാണ് എന്നൊന്നും വിശ്വസിക്കുന്നില്ല. ഇത് തീർച്ചയായിട്ടും ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി തന്നെ കേരള പോലീസ് ചെയ്തിരിക്കുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ കമ്മീഷണർക്കെതിരായിട്ട് നടപടി കൃത്യമായിട്ട് സംസ്ഥാന സർക്കാർ എടുക്കേണ്ടതാണ്.